മോസ്കോയിലെ ബോംബാക്രമണത്തിൽ റഷ്യൻ സൈനിക ജനറൽ കൊല്ലപ്പെട്ടു. ജനറൽ യാരോസ്ലാവ് മോസ്കാലിക് കൊല്ലപ്പെട്ടതായി റഷ്യ സ്ഥിരീകരിച്ചു. സമാധാന ചർച്ചകൾക്കായി ട്രംപിന്റെ പ്രതിനിധി മോസ്കോയിലുള്ള സമയത്താണ് ആക്രമണമുണ്ടായത്. ബി.കെ. സുഹൈൽ വിവരങ്ങൾ നൽകും. സുഹൈൽ, എപ്പോഴായിരുന്നു ഈ ബോംബാക്രമണം? ദിവ്യ, ഒരു 2 മണിക്കൂർ മുമ്പാണ് റഷ്യൻ സൈനിക കമാൻഡർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ക്രെംലിൻ തന്നെ ഇത് സ്ഥിരീകരിക്കുകയാണ്. അതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം, റഷ്യ യുക്രൈൻ യുദ്ധം തീർക്കാൻ വേണ്ടി യുഎസിൻ്റെ പ്രത്യേക പ്രതിനിധി, ട്രംപിൻ്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് മോസ്കോയിലെത്തിയ സമയത്താണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു കാർ ബോംബ് ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ആക്രമണത്തിന് പിന്നിൽ യുക്രൈനാണ് എന്ന് റഷ്യ വിചാരിക്കുന്നു. എന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യമായി റഷ്യയിൽ നിന്നൊരു പ്രതികരണം കൂടി വന്ന സമയത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതായത് സെർജി ലാവ്റോവ്, റഷ്യയുടെ വിദേശകാര്യമന്ത്രി, പറയുന്നു യുക്രൈനുമായി വെടിനിർത്താൻ സന്നദ്ധമാണ് എന്ന്. റഷ്യ ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട ദിവസം കൂടിയാണിത്. ഈ ദിവസം ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുന്നു. ഇതിന് പിന്നിൽ യുക്രൈനാണ് എന്ന് റഷ്യ കരുതുന്നു. അങ്ങനെയാണ് എങ്കിൽ വീണ്ടും യുദ്ധം നീണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഏതായിരുന്നാലും ക്രെംലിനിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സ്റ്റീവ് വിറ്റ്കോഫ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംസാരത്തിൽ എന്താണ് ഒരു ഒത്തുതീർപ്പിലെത്തുക? യുക്രൈനുമായി യുദ്ധം തീർക്കാൻ പുടിൻ സന്നദ്ധമാകുമോ, അതല്ല വീണ്ടും കാര്യങ്ങൾ അവതാളത്തിലാകുമോ എന്ന് അറിയേണ്ടതുണ്ട്. നേരത്തെ അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം വന്നിരുന്നു. ഞങ്ങൾ ഇനിയും റഷ്യയും യുക്രൈനും ഇങ്ങനെ ഈ വിഷയത്തെ വളരെ ലാഘവത്തോടു കൂടി കാണുകയാണെങ്കിൽ, ഗൗരവതരത്തിൽ ഒരു യുദ്ധം നിർത്തുന്ന കാര്യത്തിലേക്ക് ഗൗരവതരത്തിൽ ഇടപെട്ടിട്ടില്ല എങ്കിൽ ഈ സമാധാന ദൗത്യത്തിൽ നിന്ന് തന്നെ പിന്മാറും എന്ന ഒരു നിലപാടിലാണ് അമേരിക്കയുള്ളത്. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും ട്രംപും തന്നെ ഇക്കാര്യം വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൗദിയിൽ യുക്രൈനെയും റഷ്യയുടെ ആളുകളെയും 2 ഘട്ടങ്ങളിലായി അമേരിക്കൻ പ്രതിനിധികൾ ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷമായിരുന്നു ഒരു വെടിനിർത്തൽ ധാരണ ഉണ്ടായത്. ആ ധാരണയെ ഒരു കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ ഘട്ടത്തിലാണ് ഏതായിരുന്നാലും സ്റ്റീവ് വിറ്റ്കോഫ് ഇപ്പോൾ മോസ്കോയിലുള്ളത്. അതേ സമയത്ത് തന്നെയാണ് ഈ ആക്രമണം നടക്കുന്നത്.